നമസ്കാരം. കഴിഞ്ഞ ദിവസം എന്നെ ഒരു മനുഷ്യൻ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, സാറേ ഞാൻ ഭയങ്കര കടത്തിലാണ്. കടത്തിലാകാൻ കാരണം ഞാനൊരു വിവാഹം കഴിച്ചു, അങ്ങനെ കടത്തിലായത്. ഞാൻ പറഞ്ഞു, വിവാഹം കഴിച്ചാൽ കടമൊക്കെ ആകുമോ എന്ന് ചോദിച്ചു. പറഞ്ഞു, അദ്ദേഹം വളരെ തമാശയോടാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത്. അപ്പോൾ എന്നടുത്ത് പറഞ്ഞു, മാട്രിമോണിയിലോ എങ്ങനെ വന്ന ഒരു ആലോചനയാണ്. അത്യാവശ്യം നല്ല കാശൊക്കെ ഉള്ള ഒരു വീട്ടുകാരാണ്. അപ്പം ഇവർ നമ്മളിപ്പോൾ ഒരു വിവാഹം കഴിക്കുമ്പം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ പറയുമല്ലോ, ഇത്ര രൂപ സ്ത്രീധനം, അങ്ങനെയല്ല ഇത്ര രൂപ തരും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവർ പ്രതീക്ഷിച്ച ഒരു എമൗണ്ടിനേക്കാളും ഒരു 3 ഇരട്ടി എമൗണ്ടാണ് ഈ വീട്ടുകാർ പറഞ്ഞത്. അത്യാവശ്യം നല്ല കാശുള്ള വീട്ടുകാരാണ്. അപ്പോൾ അവർക്ക് സന്തോഷമായി. അപ്പം നല്ല കാശൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ ആരുടെ ആഗ്രഹമാണ് അടിപൊളിയായിട്ടൊരു കല്യാണം എന്നൊക്കെയുള്ളൂ. അപ്പോൾ ഇവരൊട്ടും കുറച്ചില്ല. അപ്പോൾ ഈ പയ്യനാണ് അത്ര വലിയ സ്റ്റേബിളായിട്ടുള്ളൊരു ജോലിയൊന്നുമല്ല അവനുള്ളത്. ഒരു ന്യായമായ ഒരു വരുമാനമുണ്ട്, എങ്കിലും അടിപൊളി കല്യാണമാണ്. പിന്നെ ഭാര്യയുടെ കയ്യിൽ നിന്ന് ഇത്രയും സ്വത്ത് കിട്ടുന്നു, ആ വീട്ടുകാരുടെ ഇത്രയും സ്വത്തൊക്കെ കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നാൽ പിന്നെ ഒട്ടും കുറയ്ക്കേണ്ടെന്ന് കരുതിയിട്ട് ഈ പറഞ്ഞ എല്ലാം ചെയ്യാനായിട്ട് ഇവൻറ്റ് മാനേജ്മെൻറ്റും വളരെ വലിയ ആർഭാടകരമായ ഫങ്ഷൻസും എല്ലാമായി. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കത്തില്ല, ആ ഒരു കല്യാണത്തിന് മാത്രം, അതായത് ഒരൊറ്റ ദിവസത്തെ ചിലവ് മാത്രം ഇൻക്ലൂഡിങ് അവരുടെ ഡ്രസ്സ് മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ അവനായിട്ട് 18-20 ലക്ഷം രൂപയായി. അത്ര അടിപൊളിയായിട്ടൊരു കല്യാണമായിരുന്നു. ഓക്കെ, അവൻ്റെ കയ്യിൽ കുറച്ച് കാശുണ്ടായിരുന്നു. പിന്നെ പെൺകുട്ടിയുടെ വീട്ടുകാരും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാൽ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കോൺട്രിബ്യൂട്ട് ചെയ്തില്ല. സാധാരണ ഞാനൊരു ക്രിസ്ത്യൻ ഇതായതുകൊണ്ട് പറയുകയാണ്, നമ്മളുടെ ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ഇപ്പോൾ ഒരു കല്യാണം നടക്കുകയാണെങ്കിൽ ഈ കല്യാണ നിശ്ചയത്തിന് ശേഷം കല്യാണത്തിന് ചിലവെന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുകാർ ഒരു ചെറിയ എമൗണ്ട് കൊടുക്കും. അപ്പം ആ എമൗണ്ട് പോലും ഇവർ കൊടുത്തില്ല. കൊടുക്കാമെന്ന് ആദ്യം പറഞ്ഞെങ്കിലും എന്തോ സാഹചര്യത്തിൽ കൊടുത്തില്ല. ഈ കല്യാണ നിശ്ചയവും കല്യാണവും തമ്മിൽ വലിയ വ്യത്യാസമില്ലായിരുന്നു, ദിവസങ്ങൾ തമ്മിൽ. അപ്പം പെട്ടെന്ന് കല്യാണം കഴിഞ്ഞു. ഇനി പെങ്കൊച്ചിനുള്ള സ്വത്താണ്, ഒറ്റ മോളുമാണ്, അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഇതെല്ലാം നമുക്ക് കാണുമെന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ. എന്നാൽ ഈ വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് ഒരു 20 ദിവസം ആകുന്നതിന് മുമ്പ് ഇവർ തമ്മിൽ ഭയങ്കരമായ വഴക്കായി. ഈ പെൺകുട്ടി പല കാര്യത്തിനകത്തും ഭയങ്കര അനാവശ്യമായ വാശിയും ഇവനോട് റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുകയും ഇവൻ ആദ്യമൊക്കെ കുറേയൊക്കെ ക്ഷമിച്ചെങ്കിലും ഒരു രീതിയിലും ചേർന്ന് പോകാൻ പറ്റാത്ത ഒരു വിഷയത്തിലേക്ക് എത്തി. ഒടുക്കം ഏതാണ്ട് ഒരു 1.5 മാസത്തിനുള്ളിൽ തന്നെ ഇവർ തമ്മിൽ തീരുമാനിച്ചു, ഇവർ മുന്നോട്ട് പോകുന്നില്ല, ഡിവോഴ്സാന്ന് പറഞ്ഞിട്ട്. ഡിവോഴ്സാന്ന് പറഞ്ഞ് പോയി, എല്ലാം ചെയ്തു. സ്ത്രീധനമായിട്ട് ഒന്നും കൊടുത്തൊന്നുമില്ല. കേസ് ഇപ്പം നടക്കുകയാണ്. പക്ഷേ ഇവൻ പയ്യൻ പറയുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കല്യാണം ഇത്രയും പൈസയൊക്കെ കിട്ടുമെന്ന് കരുതി ഇവൻ കല്യാണം അങ്ങ് അടിപൊളിയായിട്ട് നടത്തി. പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരൻ ഇവൻ കടത്തിലാണ്. ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇവൻ കൊടുത്തു, പലയിടത്തുനിന്നും പൈസയൊക്കെ മറിച്ചൊക്കെയാണ് കൊടുത്തത്. പക്ഷേ പയ്യൻ ഭയങ്കരമായ സാമ്പത്തിക നഷ്ടത്തിലെത്തി. താങ്ക് യു.